വായനശാലകളുടെ ആധുനികവൽക്കരണവും ഡിജിറ്റലൈസേഷനും ലക്ഷ്യമിട്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ വായനശാലകൾക്ക് കമ്പ്യൂട്ടറും പ്രിന്ററും വിതരണം ചെയ്തു. നഗരസഭയിലെ ഗ്രാമീണ വായനശാല കുമ്പളങ്ങാട്, ഗ്രാമീണ വായനശാല കുമരനെല്ലൂർ, ഹർഷൻ പൊതുവായനശാല മാരാത്തുകുന്ന്, ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ സ്മാരക വായനശാല എങ്കക്കാട്, ശ്രീ കേരളവർമ്മ പൊതുവായനശാല വടക്കാഞ്ചേരി, തരങ്കണി ഗ്രാമീണ വായനശാല മംഗലം, ഗ്രാമീണ വായനശാല പാർലിക്കാട്, ഗ്രാമീണ വായനശാല മിണാലൂർ, EKN ഗ്രന്ഥശാല ആര്യമ്പാടം, അനന്തനാരായണ അയ്യർ സ്മാരക ഗ്രാമീണ വായനശാല പുതുരുത്തി, ഗ്രാമീണ വായനശാല പെരിങ്ങണ്ടൂർ, ഗ്രാമീണ വായനശാല മുണ്ടത്തിക്കോട് എന്നീ 12 വായനശാലകൾക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. വിതരണോദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ സ്വാഗതം പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷരായ ജമീല B AM, സ്വപ്ന ശശി, നഗരസഭാ സെക്രട്ടറി KK മനോജ്, ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി V മുരളി, തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KK ജയപ്രകാശ്, നഗരസഭാ കൗൺസിലർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ കിലയിൽ ഒത്തുകൂടാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട സെമിനാറുകളും മറ്റൊക്കെ തന്നെ സംഘടിപ്പിക്കാറുണ്ട്. വായനശാലയുടെ പിന്നെ ചെറുതും വലുതുമായ അറ്റകുറ്റപ്പണികളും ഇടപെടലുകളും ഒക്കെ തന്നെ നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഇടപെടൽ കൂടി വായനശാലകൾ കേന്ദ്രീകരിച്ച് അനിവാര്യമാണ്. എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് നമ്മുടെ ലൈബ്രറിയന്മാരെ ഈ സംവിധാനങ്ങൾ നന്നായി പ്രവർത്തിപ്പിക്കാൻ കൂടി പരിശീലിപ്പിക്കാൻ നമുക്കായാൽ, അല്ലെങ്കിൽ അതിന് സഹായകരമായ ഒരു സംവിധാനം കൂടി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ബന്ധപ്പെടാവുന്ന ഒരു കേന്ദ്രമായി നമുക്ക് വായനശാലയെ പിന്നെ ഉയർത്താൻ കഴിയും. അതിനുകൂടി ഈ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തണം. അതിനുകൂടി സഹായകരമായ രീതിയിലുള്ള ഒരു പരിശീലന പരിപാടി നമ്മുടെ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് അക്കാര്യത്തിൽ ഉള്ളത്. മറ്റൊന്ന്, ഇത്തരത്തിൽ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് തുടർച്ചയായി അവാർഡുകൾ ലഭിക്കുന്നത്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അടുത്ത ദിവസം നമ്മുടെ മുനിസിപ്പാലിറ്റി സന്ദർശിക്കാൻ വേണ്ടി വരുന്നു എന്നാണ് നേരത്തെ പിന്നെ സംസാരിച്ചപ്പോൾ സെക്രട്ടറിയും ചെയർമാനും ഒക്കെ പറഞ്ഞത്. അത് ഒരു പ്രത്യേകതയുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്.